ഒരുപാട് ദിവസമായി ഒരു കുക്കിംഗ് വീഡിയോ ഇടാനായിട്ട് എനിക്ക് കുറച്ച് സമയം കിട്ടാറില്ല. ഞാൻ നിങ്ങളോട് പറയാറില്ല, ജോയിൻറ്റ് ഫാമിലി ആയ കാരണം എനിക്ക് എല്ലാം കൂടെ എടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് ഈ ഇടാൻ പറ്റാത്തത്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഗീയുടെ കോഫ്ത എന്ന് പറഞ്ഞാൽ ഗീയെ നമ്മൾ കതുക്കസ് ചെയ്ത് ഇങ്ങനെ പക്കോട ഉണ്ടാക്കി വെക്കും വേറെ ആയിട്ട്. എന്നിട്ട് ഇതുപോലെ മസാല തയ്യാറാക്കും. ഈ മസാലയ്ക്കകത്ത് ഞാൻ ആദ്യം നമ്മുടെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഇച്ചിരി ജീരകം എല്ലാം കൂടി ഇട്ട് കടുക് വറുത്ത് ഉള്ളി അതിനകത്ത് വഴറ്റിയെടുത്തിട്ട് മിക്സിക്കകത്ത് മസാല അരച്ചെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പുപൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ മിക്സിക്കകത്ത് അരച്ചിട്ട് നമ്മളിതുപോലെ ഫ്രൈ ചെയ്യും. ഇതിൽ എണ്ണ മേളി വന്നു കഴിയുമ്പോൾ ഞാൻ ഇന്നത്തെ വെള്ളം ഒഴിച്ചു 10-20 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞ് ഈ പക്കോട ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. നമുക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ഉപയോഗിക്കാം. പക്ഷേ ഞങ്ങൾ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് വെളുത്തുള്ളി ഉപയോഗിച്ചില്ല. എന്നിട്ട് ഇതിനെ ഒരു 10-20 മിനിറ്റ് കൂടെ ഈ പക്കോട ഇതിനകത്തിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞ് ഒരു ശകലം ഗീ എടുത്ത് അതിനകത്ത് ജീരകം ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പുപൊടിയും കൂടെ ഉപ്പുപൊടിയും മുളക് പൊടി ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് ഞങ്ങൾ ലാസ്റ്റിലൊരു കടുക് വറുത്തു. ഈ കടുക് വറുത്ത് കഴിയുമ്പോൾ അതിന് കറിക്കൊരു മണം വരും. അത് കഴിഞ്ഞ് ഇതിൻ്റെ വെണ്ടയ്ക്ക് സുക്കി മേത്തിയും കൂടെ ഞാൻ ആഡ് ചെയ്തു. സുക്കി മേത്തിയുടെ ഖുഷ്ബു മണം എല്ലാ സബ്ജിക്കും നല്ല ടേസ്റ്റി വരുന്നതാണ്. ഇനി അടുത്ത വീഡിയോ സമയം കിട്ടുമ്പോൾ ഇടാം.